യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച എന്ന് പറഞ്ഞ യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അതായത് കാനായിലെ അത്ഭുതം നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത് അറിയാവോ? എവിടുന്നാണ് തുടങ്ങിയത്? കഷ്ടകാലത്ത് ദൈവം മനുഷ്യൻ്റെ ഉടമ്പടി ഓർക്കുന്നു. പഴയ ഉടമ്പടി ഓർത്തുകൊണ്ട് പുതിയ ഉടമ്പടി അവനുമായിട്ട് പുതുക്കിക്കൊണ്ട് മോശത്തിന് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. ആ മഹത്വമാണ് ഏകജാതൻ ലഭിക്കുന്നത്. ആ ഏകജാതൻ്റെ മഹത്വത്തെ മനുഷ്യൻ്റെ നന്മയ്ക്കും കണ്ണീരിന് പരിഹാരമായിട്ട് ഒരു കുടുംബത്തിന് അപമാനം സംഭവിക്കാൻ പോകുന്ന വീഞ്ഞില്ലാത്ത കാനായിലെ കല്യാണ അവസരത്തിൽ അവിടെ കണ്ണുനീർ തുടക്കാൻ വേണ്ടി ഈ ഏകജാതത്തിൻ്റെ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയായിട്ടാണ് മറിയം അവിടെ മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം മറിയം ആരാണ്? മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാണ്. കൈയടിച്ച് കർത്താവിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ഉടമ്പടിയുടെ അമ്മ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയ്ക്കാണ് നിങ്ങളെ അമ്മയെ മാധ്യസ്ഥമായിക്കൊണ്ട് ഉടമ്പടി ചെയ്യുന്നത്. ഉടമ്പടി ലക്ഷ്യമെന്താണ്? മഹത്വമാണ്. ദൈവം മഹത്വപ്പെടണം നിങ്ങൾ വഴി. അതിന് അമ്മ ഒരു മാധ്യസ്ഥയാകുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് മഹത്വത്തിൻ്റെ പദ്ധതിയാണ്. മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുമ്പോൾ മറിയൻ ഉടമ്പടി ഒരു മാധ്യസ്ഥ പദ്ധതിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ദൈവമഹത്വത്തിൻ്റെ മാധ്യസ്ഥ പദ്ധതിയായി ഉടമ്പടി നൽകിയതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് അങ്ങ് ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കുന്ന ദൈവമേ, സീനായി മലമുകളിലെ പിതാവിന്റെ മഹത്വമേ, താബോർ മലയിലെ ഏകജാതന്റെ മഹത്വമേ, കാനായിലെ കല്യാണ വിരുന്നിലെ മഹത്വത്തിന്റെ മാധ്യസ്ഥയായ മറിയമേ, ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. അടയാളങ്ങൾ നൽകി മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുന്നതിനായി മഹത്വത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ്റെ മനുഷ്യപ്പകർച്ച മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ ദൈവിക ആനുകൂല്യമാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർത്തു പോയിട്ടുണ്ടേ, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ കിടക്കുന്ന ഈ ബൾബില്ലേ, ഇതൊക്കെ ഈ ബൾബൊക്കെ ചില 40 വോൾട്ടേ ഉള്ളൂ, 40 വോൾട്ട്. ചിലത് 100 വോൾട്ട് ഉണ്ടാവും. ഇപ്പം 100 വോൾട്ടിൻ്റെ ബൾബ് കുറവാണ്. വോൾട്ട് ചെറിയതാണ്. നമുക്ക് വീടുകളിലൊക്കെ ഡൊമസ്റ്റിക് കണക്ഷനിലേക്ക് വരുന്ന 230 വോൾട്ടല്ലേ. ഈ മഹത്വത്തിൻ്റെ വോൾട്ടിനെ കുറിച്ച് ഞാൻ ചില സമയം ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 24:17 വായിച്ചത് എന്താണ്? അത് മഹത്വത്തിൻ്റെ മലയിൽ മഹത്വത്തിൻ്റെ തീ ചൊരിക്കുന്നില്ലേ? ഈ സ്വർഗീയ മഹത്വത്തിൻ്റെ തീയാണ് നമ്മൾ യോഹന്നാൻ 1:14 ഏകജാതൻ്റെ മഹത്വമായി നമുക്ക് ടാൻജിബിളായി മാറുന്നത്, സ്പർശ്യമായി മാറുന്നത്. ഈ മഹത്വം തന്നെയാണ് പിന്നീട്
കാനായിലെ കല്യാണത്തിന് മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ജലവിധാനത്തിൽ തെളിയണതും ഈ മഹത്വം തന്നെയാണ്. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ഡൗൺ ദൈവം എന്താ ചെയ്തതെന്നൊക്കെ വലിയ പിടിയുണ്ടോ? നമുക്ക് ഒരു ജന്മം നിന്ന് കരഞ്ഞു പോകും ദൈവം ചെയ്തത്. കാരണം മോസസ് എന്താ ചെയ്തത്? മോസസ് ജനങ്ങളോട് പറഞ്ഞത്, ജനങ്ങൾ മോസസിനോട് പറയുന്നു, മൂടുപടം നിൻ്റെ മുഖത്തുനിന്ന് മാറ്റരുത്, ഞങ്ങൾ മരിച്ചു പോകും. ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടേ Take the word of God. Sudhikata hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Yeshua nandi hallelujah. Yeshua nandi hallelujah, hallelujah, hallelujah. Yeshua nandi katav nandi hallelujah. Yeshua aradhana aradhana aradhana. Yeshua nandi hallelujah, hallelujah, hallelujah. Sudhikata hallelujah. hallelujah, 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 hallelujah. Yeshua nandi hallelujah. Yeshua mahallelujah. പുറപ്പാട് 20:19 അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോഴും നേരെ പോലും നോക്കാൻ പറ്റാത്ത മോസസ് പോലും ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു മുഖത്തിൽ തൂവാലയിട്ടാൻ നോക്കണത്. ഈ അപ്രാപ്യമായ മഹത്വമാണ് നമ്മൾക്ക് സ്പർശ്യമായിട്ട് ഏകജാതനിലേക്ക് വചനം മാംസമായി ദൈവം നമുക്ക് സ്പർശ്യമായി തരണത്. അത് കാരുണ്യമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ഓഫ് അവർ മെരിറ്റ്. ദൈവത്തിൻ്റെ അപ്രാപ്യവും അചുംബനീയമായ മഹത്വത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമ്മൾക്ക് സ്പർശിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി. മറിയം അത് നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് മഹത്തെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെക്കുന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് കേൾക്കില്ലേ? അതായത് ഇടുക്കിയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എന്ത് മാത്രമാണ്? ഏതാണ്ട് 870 മെഗാവാട്ടാണ്. 870 മെഗാവാട്ട്. ഞാൻ എവിടെയോ പണ്ട് വായിച്ച ഓർമ്മയാണ്. നമുക്ക് ഒരു കേരളത്തിന് ഡൊമസ്റ്റിക് വീടുകളിൽ കത്തിക്കാൻ വേണ്ടി ഒരു 5.7 കിലോ വാട്ട് മതി. 1000 കിലോ വാട്ടാണ് ഒരു മെഗാവാട്ടെന്ന് ഓർക്കണം. ഇതാണ് പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് നമ്മുടെ വീട്ടിൽ 230 വോൾട്ടായിട്ട് കൊണ്ടുവരണത്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഇപ്പോൾ കേട്ട വചനമില്ലേ? പുറപ്പാട് 20:19 ജനങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സ്പർശിക്കാൻ പറ്റാതെ ഭയപ്പെട്ടിട്ട് മോസസിനോട് സംസാരിക്കാൻ പറയുകയാണ്. ഞങ്ങളോട് ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ച് വീഴുവന്നു. ഈ അപ്രാപ്യമായ മഹത്വത്തെയാണ് ഈശോ മനുഷ്യാവതാരത്തിലൂടെ യോഹന്നാൻ 1:14 ഏകജാതിൻ്റെ മഹത്വത്തിലേക്കും അതേസമയം തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17:1-2 വചനങ്ങളുടെ മറുരൂപമലയുടെ മഹത്വത്തിലേക്കും 2 പത്രോസിൻ്റെ 1:18 മറുരൂപമലയിലെ മഹത്വത്തിലേക്ക് റെഡ്യൂസ് ചെയ്യണത് പ്രാപ്യമായി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് ചെറുതാക്കി വോൾട്ടേജ് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുവനെ കണ്ടില്ലേ? ഈ ഏകജാതിൻ്റെ ശക്തിയും പത്രോസ് പോലും കണ്ടിട്ട് ഭയപ്പെട്ടു പോയതാണ്. എന്നിട്ട് വെളിവ് പോയി പത്രോസിൻ്റെ. നമ്മളിവിടെ ആയിരിക്കണത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് നിലവിട്ട് സംസാരിക്കുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ മഹത്വവും മനുഷ്യൻ കണ്ടാൽ പോലും നിലവിട്ട് പോകുന്ന ആ മഹത്വത്തെ മറിയം ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടി ഒരു കല്യാണ വീട്ടിലെ കുടുംബത്തിൽ വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ഈ ഏകജാതിൻ്റെ മഹത്വത്തെ ഒരു കുടുംബത്തിന് വേണ്ടി മറിയം കൺവേർട്ട് ചെയ്യുന്ന കാണാം. മറിയത്തിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർ വെച്ചിട്ട് പവർ കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് വചനം മഹത്വത്തിൻ്റെ അടയാളം എന്ന് വിളിക്കുന്നത്. മറിയമാണ് മഹത്വത്തിന് മധ്യസ്ഥ. യോഹന്നാൻ 1:2-11 ശ്രദ്ധിക്കട്ടെ. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. നിന്റെ മഹത്വം മരിയൻ മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് പ്രകടമാക്കുന്നതിന്, ഉടമ്പടിയിലൂടെ പ്രകടമാക്കുന്നതിന് ഞങ്ങൾ